അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അധ്യക്ഷൻ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഈ പ്രദേശത്തെ പ്രമുഖ വ്യക്തികളെ, നാട്ടുകാരെ, അസ്സബാഹ് സ്ഥാപനങ്ങളുടെ മാതാവായ അസ്സബാഹ് അറബിക് കോളേജ് പാവിട്ടപ്പുറം 50ാം വാർഷിക വിളംബര സമ്മേളനമാണിത്. വിളംബര സമ്മേളനം വരാൻ പോകുന്ന വലിയ ഒരു സമ്മേളനത്തിൻ്റെയും അതോടനുബന്ധിച്ചുള്ള വിദ്യാഭ്യാസ രീതികൾ, വിവിധ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, അത് ഈ അസ്സബാഹ് അസോസിയേഷൻ അതിൻ്റെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹം തന്നെയാണ്. 50 വർഷം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു തലമുറയാണ്. ഇപ്പോൾ ഒരു 60 വയസ്സായ ആളുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ അസ്സബാഹിനെ അറിയാം എന്നർത്ഥം. കഴിഞ്ഞ കാലത്ത് ചെറിയ രൂപത്തിൽ പ്രവർത്തിച്ചു വരികയും ഇടക്കാലത്ത് വളരെ പെട്ടെന്ന് തന്നെ കുറേ അധികം സ്ഥാപനങ്ങൾ, സർക്കാർ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള സ്ഥാപനങ്ങൾ ഇവിടെ കൊണ്ടുവരുവാനും സാധിച്ചു എന്നത് വലിയ ഒരു നേട്ടം തന്നെയാണ്. ന്യൂനപക്ഷ സമുദായത്തിലെ ഒരു ന്യൂനപക്ഷമാണ് ഈ സ്ഥാപകർക്ക് ഉണ്ടാകും. എന്നാലും ഇതുപോലെ നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ കോഴ്സുകളുള്ള നിരവധി സ്ഥാപനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. എന്തിനാണിത് നടത്തുന്നത്? ഇവിടെ മേഖല വിദ്യാഭ്യാസ സംവിധാനത്തിന് കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അത് തുച്ഛമായ ഫീസ് ഉപയോഗിച്ച് കുട്ടികൾക്ക് പഠിക്കുവാനും സാധിക്കും. ഇതിനാവട്ടെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങി ആവശ്യത്തിന് കെട്ടിടങ്ങളും ലാബുകളും ഒക്കെ ഉണ്ടാക്കി വലിയ ഒരു പണം ഇതിനു വേണ്ടി ചെലവഴിക്കുകയും കുറേ ആളുകൾ രാപ്പകലില്ലാതെ ഇതിൻ്റെ പിറകിൽ നിഷ്കാമകർമ്മം എന്ന പോലെ പണിയെടുക്കുകയും ചെയ്തിട്ടാണ് ഇതൊക്കെ ഇവിടെ വളർന്ന് വലുതായിട്ടുള്ളത്. ഇതെന്തിനാണ് എന്നതാണ് ഈ പ്രഖ്യാപന സമ്മേളനത്തിൽ നമ്മൾ ഒന്നിച്ചാലോചിക്കേണ്ടത്. എന്തിനാണ് ഈ അധ്വാനം, ഈ പണം, ഇതിനു വേണ്ടിയുള്ള നമ്മുടെ സമയം ചെലവഴിക്കൽ എന്തിനാണ്? വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അതിൻ്റെ മറുപടി. എന്താണ് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? എഡ്യൂക്കേഷൻ എന്നതിന് അറബിയിൽ പറയുക തർബിയ എന്നാണ്. ഇപ്പോൾ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ കുല്ലിയത്തു തർബിയ എന്നാണ്. തർബിയ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സംസ്കാരം നൽകി അവരെ വളർത്തിയെടുക്കുക എന്നതാണ് തർബിയത്ത്. വളർത്തിയെടുക്കുക എന്നതാണ്. വളർത്തിയെടുക്കലും സ്വയം വളരലും വ്യത്യാസമുണ്ട്. വളർത്തിയെടുക്കുക മൂല്യങ്ങൾ നൽകിക്കൊണ്ടാണ്. സ്വയം വളരുന്നത് സാഹചര്യത്തിൽ എന്താണോ അത് വലിച്ചെടുത്തുകൊണ്ടാണ്. അപ്പം നാം മൂല്യങ്ങൾ നൽകിക്കൊണ്ട്, സംസ്കാരം നൽകിക്കൊണ്ട് കുട്ടികളെ വളർത്തിയെടുക്കുക, അതാണ് നാം ഉദ്ദേശിക്കുന്ന എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് നാം കാര്യമാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നാം അതിന് പണം ചെലവഴിക്കണം, സമയം ചെലവഴിക്കണം, അധ്വാനം ചെലവഴിക്കണം. എന്നിട്ട് പൊതുധാരയിൽ തന്നെ നിലനിൽക്കുകയും വേണം. നമ്മുടെ സ്ഥാപനം നമ്മൾ സ്വകാര്യമായി എഴുതി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ല അവർക്ക് കിട്ടുന്നത്. നമ്മൾ മാത്രം തീരുമാനിക്കുന്ന സിലബസ് അല്ല പഠിപ്പിക്കുന്നത്. പിന്നെയോ സർക്കാർ നൽകുന്ന, യൂണിവേഴ്സിറ്റി നൽകുന്ന, പൊതുവിദ്യാഭ്യാസ കേന്ദ്രം നൽകുന്ന സിലബസും ടെക്സ്റ്റ് ബുക്കും കരിക്കുലവും പാഠപദ്ധതിയും ഒക്കെ നമ്മൾ പാലിക്കുകയും അതിനോട് ചേർത്തിക്കൊണ്ട് തർബിയത്തിനാവശ്യമായ, സംസ്കാരം നൽകാൻ ആവശ്യമായ കാര്യങ്ങൾ നാം കുട്ടികൾക്ക് നൽകുകയും ചെയ്യുകയാണ്. അസ്സബാഹ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രഭാതം എന്നാണ്. പ്രഭാതം നമ്മൾ അനുഭവിക്കുന്നത് പ്രകാശത്തിലൂടെയാണ്. പ്രകാശം വരുന്നത് സൂര്യോദയത്തോടു കൂടിയാണ്. പണ്ട് അബുസ്സബാഹ് മൗലവിയെ സന്ദർശിച്ച പ്രമുഖ ഈജിപ്ഷ്യൻ സാഹിത്യകാരൻ അബ്ദുൽ മുൻഇം നമീർ അവിടുത്തെ
കാര്യങ്ങളും സംഗതികളും ഒക്കെ കണ്ട് ഫറൂഖ് കോളേജ് ക്യാമ്പസ് കണ്ട് എഴുതി വെച്ചത് സബാഹുല്ല മസാ അലഹു എന്നാണ്. എന്നാൽ വൈകുന്നേരമാവാത്ത ഒരു പ്രഭാതമാണിത് എന്ന്. അബുസബാഹിൻ്റെ ശിഷ്യന്മാരായ പലരും ഇബ്രാഹിം കുട്ടി മൗലവിയെ പോലുള്ള റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഈ അസബാഹ് എന്ന് പേര് കൊടുത്തപ്പോൾ ഒരു പക്ഷേ എനിക്കറിയില്ല അബുസബാഹിനെ ഓർത്തിട്ടുണ്ടാകും, അതിൽ നിന്ന് ഒരു പ്രേരണയുണ്ടായിട്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വൈകുന്നേരമില്ലാത്ത ഒരു പ്രകാശം അല്ല ഒരു പ്രഭാതം, അതുപോലെ ഇതും ഒരു പ്രഭാതമാണ്. പ്രഭാതം പ്രകാശത്തിലൂടെ വരുന്നതാണ്. പ്രകാശത്തെക്കുറിച്ച് ആലോചിച്ചാലും നമുക്ക് കാണാം, ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് പ്രകാശം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നൂറു സമാവാതി വൽ അർദ്. ആ പ്രകാശം എങ്ങനെയാണ്? അത് വിളക്കുമാടത്തിലാണ്. ആ വിളക്കുമാടത്തിൻ്റെ ഉള്ളിൽ വിളക്കാണ്. വിളക്കിൽ എണ്ണ ഒഴിച്ചാലും ഇല്ലെങ്കിലും തന്നെ പ്രകാശിക്കുന്നതായ, അല്ല തീ കൊടുത്താലും ഇല്ലെങ്കിലും പ്രകാശിക്കുന്നതായ എണ്ണയാണ് ഉപയോഗിക്കുക. അങ്ങനെ പ്രകാശം എന്നത് കൂടുതൽ വർണ്ണിച്ചുകൊണ്ടാണ് അല്ലാഹു നൂറു സമാവാതി വൽ അർദ് എന്ന് പറയുന്നത്. സൂറത്തു നൂർ അത് പ്രകാശമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞത് വസിറാജൻ മുനീറന വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. സിറാജും മുനീർ പ്രകാശിക്കുന്ന ദീപം എന്നാണ്. ഒരു ദീപം, വിളക്ക്, അതിൻ്റെ ധർമ്മം പ്രകാശം നൽകലാണ്. ഇരുട്ടുണ്ടല്ലായിടത്തും ആ ഇരുട്ട് മാറ്റാൻ ആകെ ചെയ്യേണ്ടത് അവിടേക്കൊരു വിളക്ക് കൊണ്ടുപോയി വെക്കുക എന്നതാണ്. പ്രകാശം കടന്നു ചെല്ലുമ്പോൾ അന്ധകാരം മാറും. ഖുർആനിനെ കുറിച്ചും പ്രകാശം എന്ന് പറഞ്ഞിട്ടുണ്ട്. കിതാബ് അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. ആളുകളെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ഗ്രന്ഥമാണിത് എന്നാണ്. അപ്പോൾ അതും പ്രകാശത്തിൻ്റെ പണിയാണ് ചെയ്യുന്നത്. വ അൻസൽനാ ഇലൈക്കും നൂറൻ മുബീന, താങ്കളിലേക്ക് വ്യക്തമായൊരു പ്രകാശം ഇറക്കി തന്നിരിക്കുന്നു എന്നാണ്. അപ്പൊ സബാഹ് എന്ന നമ്മൾ അനുഭവിക്കുന്ന അന്ധകാരത്തിൽ നിന്നുള്ള ഒരു മോചനം, ഒരു സുപ്രഭാതം കൂടി പൊട്ടി വിരിയുമ്പോൾ നമുക്ക് ആളുകളെ കാണാൻ, ഒരു ദിവസവും കൂടി അനുഭവിക്കുവാൻ, കണ്ണു തുറന്നുള്ള ആ ഒരു സാഹചര്യമാണ് അസ്സബാഹ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ തന്നെയാണ്. അസബാഹ് വരുന്നതിൻ്റെ മുമ്പ് ഈ ചുറ്റുവട്ടത്ത് ഒരുപാട് അന്ധകാരങ്ങൾ ഉണ്ടായിരുന്നു. അസബാഹ് വന്നപ്പോൾ ഒരുപാട് അന്ധകാരങ്ങൾ മാറുകയും അവർ വെളിച്ചത്തിലേക്ക് എത്തുകയും ചെയ്തു. വിജ്ഞാനത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഇൽമ് എന്നാണ്. ഇൽമ് അതാണ് വിജ്ഞാനം. ആ ഇൽമുള്ള ആളുകൾക്ക് ആലിം എന്ന് പറയും, ജ്ഞാനി അല്ലെങ്കിൽ വിവരമുള്ളവൻ. അതിൻ്റെ ബഹുവചനം ഉലമാ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഉലമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിവരമുള്ള ആളുകൾ എന്നാണ്. ഏത് സ്ട്രീമിലായാലും ഏത് വിജ്ഞാന ശാഖയിലായാലും വിവരമുള്ളവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഉലമ എന്നാണ്. ഉലമാക്കളാണ് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിറിൽ ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ, തീർച്ചയായും അള്ളാഹുവിനെ ഭയപ്പെടുക അവൻ്റെ അടിമകളിൽ നിന്ന് ഉലമ ആണെന്നാണ്. ഉലമ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ഒരർത്ഥമുണ്ട്. ആലിമീങ്ങൾ, ഇൽമ്, മുതഅല്ലിമ്, മുഅല്ലിം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അറബി ഭാഷയോ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളോ ഖുർആനോ ഹദീസോ ഒക്കെ പഠിപ്പിക്കുന്ന ഒരാളാണ് മുഅല്ലിമ്. അത് പഠിക്കുന്ന ആളാണ് മുതഅല്ലിമ്. അല്ലെങ്കിൽ അങ്ങനെ വിവരം ആയ ആളാണ് ആലിമ്, ഉലമ. എന്നാൽ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിർ 26, 27 ആയത്തുകളിൽ നമ്മൾ നോക്കിയാൽ അറിയാം, ആ 2 ആയത്ത് മുഴുവൻ ഓതി നോക്കിയാൽ ഇപ്പറഞ്ഞ ഉലമ അല്ല അവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. ആ ആയത്ത് തുടങ്ങുന്നത് അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ, കണ്ടില്ലേ, നീ കണ്ടില്ലേ, അന്നല്ലാഹ അൻസല സമാഇ മാഅ, ആകാശത്ത് നിന്ന് അള്ളാഹു മഴ പെയ്യിപ്പിച്ചത് കണ്ടില്ലേ. കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ ആ മഴയെക്കുറിച്ച്, എങ്ങനെ മഴക്കാറുണ്ടാകുന്നു, എങ്ങനെ മഴ പെയ്യുന്നു, അതെങ്ങോട്ട് പോകുന്നു, മഴ കൊണ്ട് എന്തെല്ലാം ഉപകാരമുണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് പഠിച്ചു നോക്കാനാ പറയുന്നത്. എന്നിട്ട് പറയുന്നു, അതുകൊണ്ട് ഫഅഖ്റജ്നാ ബിഹി സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹ,
അതായത് എന്നിട്ട് അതുകൊണ്ട് വ്യത്യസ്ത നിറത്തിലുള്ള പഴങ്ങളും ഫലങ്ങളും ഒക്കെ നാം ഉണ്ടാക്കി തരുന്നു മഴവെള്ളം കൊണ്ട്. ഒരു മഴ പെയ്താൽ നമുക്കറിയാം, നമ്മൾ എത്ര നനച്ചു കൊടുത്താലും കിളിർത്തു വരാത്ത ചെടികളും അതുപോലെ പുല്ലും മറ്റു വസ്തുക്കളൊക്കെ തന്നെ ഒരു മഴ പെയ്യുമ്പോൾ അടുത്ത ദിവസം തന്നെ അത് സജീവമാവുകയാണ്. വ്യത്യസ്ത നിറത്തിലും വ്യത്യസ്ത രുചിയിലും വ്യത്യസ്ത രൂപത്തിലുമുള്ള ഫലങ്ങൾ ആ മഴവെള്ളം കൊണ്ട് ഉണ്ടാകുന്നു. എന്നിട്ട് പറഞ്ഞു വമിനൽ ജിബാലി ജുദദുൻ ബീളുൻ, അതായത് പർവ്വതങ്ങൾ, ഭൂമിയിലെ പല പ്രദേശങ്ങളൊക്കെ നോക്കിയാൽ അതും മുഖ്തലിഫുൻ അൽവാനുഹ വഗറാബീബ് സൂദ്, വിവിധ നിറത്തിലുള്ളത്, കറുപ്പുള്ളത്, അതുപോലെ തന്നെ വെളുത്തത്, ചുവന്നത് ഒക്കെ ഉണ്ട് എന്ന്. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ ഓരോന്നിലും കാണുന്ന വൈവിധ്യം, അതിനെക്കുറിച്ചൊന്ന് നോക്കിക്കൂടെ നാം. പിന്നെ പറഞ്ഞു വമിനന്നാസി വദ്ദവാബി വൽ അൻആമി മുഖ്തലിഫുൻ അൽവാനുഹു കദാലിക്, മനുഷ്യരിൽ, മൃഗങ്ങളിൽ, കന്നുകാലികളിൽ ഒക്കെ തന്നെ വ്യത്യസ്ത നിറത്തിലുള്ള, നിറം മാത്രമല്ല ലൗൺ എന്ന് പറയുന്നത് അതിൻ്റെ തരം, അതിൻ്റെ രൂപം, അതിൻ്റെ ഇനം ഒക്കെ തന്നെയാണ്. അപ്പോൾ വൈവിധ്യങ്ങൾ, മനുഷ്യരെല്ലാവരും ഒരുപോലെയല്ല, മൃഗങ്ങളെല്ലാം ഒരുപോലെയല്ല, കന്നുകാലികളെല്ലാം ഒരുപോലെയല്ല, പല വൈവിധ്യങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടെ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, തീർച്ചയായും അള്ളാഹുവിനെ ഭയപ്പെടുക അവൻ്റെ അടിമകളിൽ ഉലമ ആണെന്ന്. ഏത് ഉലമ? മഴ എങ്ങനെ പെയ്യുന്നു എന്ന് പഠിക്കുന്ന ശാസ്ത്രജ്ഞൻ, ചെടികൾ എങ്ങനെ മുളയ്ക്കുന്നു എന്ന് ചിന്തിക്കുന്ന ശാസ്ത്രജ്ഞൻ, എങ്ങനെ പൂക്കളും കായ്കളും ഉണ്ടാകുന്നു എന്ന് പഠിക്കുന്ന ശാസ്ത്രജ്ഞൻ, അതുപോലെ ഭൂപ്രകൃതിയെക്കുറിച്ചും പർവ്വതങ്ങളെക്കുറിച്ചും മനുഷ്യ ശരീരത്തെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കുന്ന ആൾ. ഇതിൽ ജൈവശാസ്ത്രമുണ്ട്, ഇതിൽ വാനശാസ്ത്രമുണ്ട്, ഇതിൽ ഭൂമിശാസ്ത്രമുണ്ട്, ഇതിലെല്ലാം ഉണ്ട്. ഈ ആളുകളെ കുറിച്ചാണ് ഉലമാന്ന് ഖുർആൻ അവിടെ പറഞ്ഞത്. അങ്ങനെയുള്ള വിവരമുള്ള ആളുകളെ സൃഷ്ടിച്ചെടുക്കാനാണ് നമ്മൾ വിവിധങ്ങളായ കോഴ്സുകൾ നടത്തുന്നത്. അല്ലെങ്കിൽ ഒരു അറബിക് കോളേജ് മാത്രം മതിയല്ലോ, അറബിക് കോളേജിൽ അറബി പുസ്തകങ്ങൾ മാത്രം മതിയല്ലോ, അങ്ങനെയല്ലല്ലോ. അറബിക് കോളേജിൽ മറ്റു വിഷയങ്ങളുണ്ട്, അറബി ഭാഷയും ഇംഗ്ലീഷുമുണ്ട്, അവിടെ ചരിത്രവും മറ്റ് കാര്യങ്ങളുമൊക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റ് കോഴ്സുകൾക്ക് തന്നെ ഈ ഒരു മൂല്യബോധത്തോടു കൂടിയുള്ള ചിന്ത അതുണ്ടാവണം എന്നതാണ്. എന്തുകൊണ്ട് എന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം പബ്ലിഷ് ചെയ്തത് ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. ആ വിഭാഗം ഇറക്കിയ പല പുസ്തകങ്ങളും എല്ലാത്തിനും ഭൗതികമായി നിർവചനം കൊടുക്കുന്നതാണ്. നമുക്ക് ഭൗതികത്തെ അപ്പുറത്തുള്ള ദൈവികമായ ആത്മീയമായ കാര്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ലോകത്ത് മഹാബഹുഭൂരിപക്ഷം ആളുകളും. ആ പുസ്തകത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണ് രക്തത്തിന് ചുവപ്പ് നിറമുണ്ടായത്, എന്തുകൊണ്ടാണ് ഇലകൾക്ക് പച്ച നിറമുണ്ടായത്, എന്തുകൊണ്ടാണ് മഴവില്ലിന് സപ്തവർണ്ണങ്ങൾ ഉണ്ടായത്, എന്തുകൊണ്ട് എന്നാണ്. അപ്പം അതിൽ മറുപടിയുണ്ട്. രക്തത്തിൽ ഇന്ന അംശങ്ങൾ ഉണ്ടായതുകൊണ്ട് ചുവപ്പായി, ഇലകളിൽ ഇന്ന അംശങ്ങൾ വന്നതുകൊണ്ട് പച്ചയായി, അല്ലെങ്കിൽ ഈ മഴവില്ലിൽ അതിൻ്റെ ആ സംവിധാനത്തിലൂടെ അതിന് സപ്തവർണ്ണങ്ങളായി എന്ന്. ശരി, ഒരു ചോദ്യവും കൂടി ബാക്കിയുണ്ട്. അതെന്തുകൊണ്ട്? ആ എന്തുകൊണ്ട് എന്നതിന് ഒരെന്തുകൊണ്ട് എന്ന് കൂടി ചോദിച്ചാൽ പ്രശ്നത്തിന് മറുപടിയായി. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച സൃഷ്ടാവായ പഠിച്ചവൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതാണ്. അല്ലാതെ നമുക്കതിന് മറുപടി ഒന്നും പറയാനില്ല. ഒരാളുടെ ശരീരം എന്തുകൊണ്ട് അങ്ങനെയായി, ഇത്ര വലിപ്പം, ഇത്ര വെയിറ്റ്, ഇന്ന രൂപം അങ്ങനെയായി, വേറൊരാൾ വേറെ രൂപത്തിലായി, നമുക്കൊന്നും അതിലൊന്നും പറയാനില്ല. അങ്ങനെയാണ് ദൈവനിശ്ചയം എന്നതാണ്. ഭൂമി, നമ്മളിങ്ങനെ പറയും ഭൂമി അത് ഇത്ര സ്പീഡിൽ കറങ്ങുന്നു, ആ കറങ്ങുന്നതോടൊപ്പം തന്നെ സൂര്യനെ ചുറ്റുന്നു, എന്നിട്ട് സൂര്യനും ഭൂമിയും ഒക്കെയുള്ള ഈ സൗരയൂഥം ഏതോ ഒന്നിനെ അത് പ്രദക്ഷിണം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതെന്തുകൊണ്ട് എന്ന ചോദ്യം പ്രസക്തമല്ലേ? ആ ചോദ്യമാണ് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് പറയുന്നത്. മർഹൂം ഡോക്ടർ ഉസ്മാൻ സാഹിബ് അള്ളാഹു എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ അന്വേഷണം അങ്ങനെയാണ് പോയത്. ഒരു കാലത്ത് ദൈവനിഷേധിയായി ജീവിക്കുകയും
ദൈവനിഷേധ പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും അതിനുവേണ്ടി സാഹിത്യരചനയും നാടകവും ഒക്കെ എഴുതുകയും ചെയ്തിരുന്ന ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത്, മനുഷ്യൻ്റെ അവസാനം എങ്ങനെയാണ് എന്ന ചിന്തകളിൽ അദ്ദേഹം എത്തിപ്പെട്ടത് ദൈവവിശ്വാസമാണ്. അതല്ലാതെ ഒരു മറുപടിയില്ല എന്ന് നാം അറിയണം. ദൈവികമായ നിർദ്ദേശങ്ങളെയാണ് നമ്മൾ ധർമ്മശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ നാടുകളിലേക്കും അങ്ങനെ ധർമ്മശാസ്ത്രങ്ങൾ പ്രഘോഷണം ചെയ്യുന്ന, ദൈവ വചനങ്ങൾ ഓതിക്കൊടുക്കുന്ന ആളുകൾ വന്നിട്ടുണ്ട് എന്നാണ്. വലിക്കുല്ലി ഖൗമിൻ ഹാദ്, ഓരോ സമൂഹത്തിനും മാർഗദർശി വന്നിട്ടുണ്ട് എന്നാണ്. വഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, ഒരൊറ്റ സമൂഹവുമില്ല അവിടെ ഒരു മുന്നറിയിപ്പുകാരൻ വരാതെ എന്നാണ്. അപ്പോൾ ലോകത്ത് ഒരുപാട് സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സമൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമൂഹത്തിനൊക്കെ ദൈവവചനങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ട പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നാണ്. അത് കുറച്ച് ആളുകളുടെ പേര് ഖുർആനിൽ വന്നു, 25 ആളുകളുടെ പേര്. എത്രയോ ആളുകളുടെ പേരുകൾ പറയേണ്ടതായിട്ടുണ്ട്, നമുക്കറിയാത്തതായിട്ടുണ്ട്. ചിലരൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട് ഇന്നാൾ പ്രവാചകനായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ആദർശം വെച്ച് നോക്കുമ്പോഴൊക്കെ ഉണ്ടാവാം. കാരണം അള്ളാഹു ആണ് പറഞ്ഞത്, ഒരു സംസ്കാരം എന്ന് പറയാവുന്ന, ഒരു സമൂഹം എന്ന് പറയാവുന്ന ജനസഞ്ചയത്തിലേക്ക് ദൈവത്താൽ നിയുക്തനായ ഒരു മാർഗദർശി വരാതിരുന്നിട്ടില്ല എന്ന്. അപ്പം ആ മാർഗദർശനമാണ് മനുഷ്യരിൽ ധാർമ്മികത നിലനിർത്തുന്നത്. അതാണ് മനുഷ്യരിൽ മൂല്യബോധം വളർത്തുന്നത്. ആ മൂല്യവും ധാർമ്മികതയും ഒക്കെ നിലനിർത്തി പോവുക എന്നത് ലോകം നിലനിൽക്കുന്നതിന് അനിവാര്യമാണ്. ഈ ലോകം നിലനിൽക്കണമെങ്കിൽ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടണം. അത് എനിക്കിഷ്ടമല്ല, ഞാനൊരു സ്വതന്ത്ര ചിന്തകനാണ് എന്ന് പറഞ്ഞു വന്നാലോ അവിടെയാണ് പ്രശ്നമുണ്ടാകുന്നത്. ഈ കാലത്ത് സ്വതന്ത്ര ചിന്തക്ക് വലിയ സ്ഥാനമുണ്ട്. സ്വതന്ത്ര ചിന്തകർക്ക് സംഘടനകളുണ്ട്. സ്വതന്ത്ര ചിന്തകർ ഒരുമിച്ച് കൂടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആരുടെ ചിന്തയാണ് സ്വതന്ത്ര ചിന്ത? ഇപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത്, എൻ്റെ സ്വാതന്ത്ര്യം. മറ്റൊരാൾക്ക് തോന്നുന്നു അങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ സ്വാതന്ത്ര്യം. അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് തോന്നുന്ന സ്വതന്ത്ര ചിന്തയിലൂടെ പോയാൽ, ഇപ്പം നമ്മുടെ നാട്ടിലുള്ള എല്ലാ മതങ്ങളും എല്ലാ തത്വശാസ്ത്രങ്ങളും ജീവിതത്തിൻ്റെ സമാധാനവും സന്തോഷവും കുടുംബത്തിലൂടെയാണ് ഉണ്ടാക്കണം എന്ന് പറയുന്നത്. കുടുംബജീവിതം വേണം, ഇണകളായി ജീവിക്കണം. ആ ഇണ സമ്പ്രദായത്തിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. മക്കളും മാതാപിതാക്കളും കൂടിയുള്ള ആ ഒരു ജീവിതം, അതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥതയും സമാധാനവും നൽകുന്നത്. എന്നാൽ ഇന്നിപ്പോൾ അത് വേണ്ട, വിവാഹം തന്നെ വേണ്ട എന്ന് പറയുന്ന സ്വതന്ത്ര ചിന്തകരുണ്ട്. ഇനി വേണ്ടി വന്നാൽ സെക്സ് ആവശ്യാർത്ഥം അവർക്ക് ഒരു ലിവിങ് ടുഗദർ ആവാം എന്നാണ്, ഒന്നിച്ച് ജീവിക്കാം. അതിൽ ഇണകൾ എന്നുള്ള ഒരവകാശവുമില്ല. അതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവണമെങ്കിൽ എങ്ങനെ അല്ലെ ഉണ്ടാവണ്ടേ, അത് വേറൊരു വിഷയമായി മാറ്റിവെച്ചതാണ്. നമ്മുടെ നാട്ടിലുള്ള മലയാളികളായ 2 പെൺകുട്ടികൾ 1 വർഷമോ 2 വർഷത്തിനിടയിൽ വിവാഹം ചെയ്തു. അവർ വിദേശ രാജ്യത്ത് സ്കൂളിലൊപ്പം പഠിക്കുന്ന 2 പെൺകുട്ടികളാണ്. ആ 2 പെൺകുട്ടികൾ അവർ വിവാഹം ചെയ്തു നമ്മുടെ നാട്ടിൽ വന്നിട്ട്. അനുരാഗ അങ്ങനെയാണ് ഉണ്ടായത്. സ്വാഭാവികമായി നമുക്കറിയാം അത് പ്രകൃതി വിരുദ്ധമാണ്. ആണും പെണ്ണും തമ്മിലാണ് വിവാഹം ചെയ്യേണ്ടത്. എല്ലാ ജീവജാലങ്ങളും ആണും പെണ്ണുമാണ് ഇണചേർന്ന് ജീവിക്കുന്നത്. പക്ഷെ ഇവർ പറയുന്നത് അത് ഞങ്ങളുടെ സ്വത്വം തിരിച്ചറിഞ്ഞു എന്നാണ്. അങ്ങനെ വന്ന് വിവാഹത്തിന് അപേക്ഷ കൊടുത്തപ്പോൾ കോടതി അത് അനുവദിച്ചു. കോടതി അവർക്ക് അനുകൂലമാണ്, ഗവൺമെൻറ് അനുകൂലമാണ്, പോലീസ് അനുകൂലമാണ്, ഇവിടുത്തെ മീഡിയ അവർക്ക് അനുകൂലമാണ്. എത്രയാ മീഡിയ കവറേജ് ഒരു പെണ്ണിനെ വിവാഹം ചെയ്തു എന്നത്. LGBT അതിൽ ആകെയുള്ളത് ട്രാൻസ്ജെൻഡർ, പ്രത്യേകമായി നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഭാഗമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം, അവരുടെ പഠനം, അവരുടെ തൊഴിൽ, അവരുടെ സുരക്ഷിതത്വം ഒക്കെ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കേണ്ടതാണ്. എന്നാൽ അതിനു മുമ്പ് പറയുന്ന LGB ഈ 3 സാധനങ്ങൾ പിന്നെയും വരുന്നുണ്ട്. ഇപ്പം പുതിയത് LGBTQ+ ഒക്കെ വന്നിട്ടുണ്ട്.
എന്ന് പറഞ്ഞാൽ അത് ആണുമായി ലൈംഗിക ബന്ധം നടത്തുക, പെണ്ണുമായി ലൈംഗിക ബന്ധം നടത്തുക, ചില ആളുകൾ പെണ്ണുമായി ലൈംഗിക ബന്ധം നടത്തുക, അതൊക്കെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ആക്കി, എന്നിട്ട് അവരുടെ അവകാശം, അവരുടെ സംഘടന, അതിന് സമൂഹത്തിൽ ഒരു നല്ല അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. അതൊക്കെ വ്യതിയാനങ്ങളാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ തോന്നുന്ന ആളുകൾ ഉണ്ട്. അത് വ്യതിയാനമാണ്. അത് ഗ്ലോറിഫൈ ചെയ്ത് മഹത്വവൽക്കരിച്ച് കൊണ്ടുപോയാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. അപ്പം അമ്മയും അച്ഛനും അടുത്തൊരു ഞാൻ കണ്ടു. അതായത് ഒരു അമ്മ പറയാണ്, മോനെ, അമ്മയും അച്ഛനെയും മക്കളായ നിങ്ങൾ മോനോടും മോളോടും ഒക്കെ പറയാം, നിങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണം. കാരണം അച്ഛനമ്മമാർ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം. അമ്മ ഗർഭം ധരിച്ചു, പ്രസവിച്ചു, മുലയൂട്ടി, രാപ്പകലില്ലാതെ ഊണും ഉറക്കും ഉപേക്ഷിച്ച് കുഞ്ഞിനെ വളർത്തി. അച്ഛൻ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് പാടത്ത് പണിയെടുക്കുന്നു, വാഹനം ഓടിക്കുന്നു, കഷ്ടപ്പെടുന്നു, നാടുപോലും വിട്ട് വിദേശ രാജ്യങ്ങളിൽ വർഷങ്ങളോളം കുടുംബമില്ലാതെ ജീവിക്കുന്നു. അപ്പം അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ, അച്ഛനും അമ്മയും എത്ര കഷ്ടപ്പെടുന്നുണ്ട്. അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും വാത്സല്യം കൊണ്ടുമാണ്. അതുകൊണ്ട് ഈ അച്ഛനമ്മമാർ വലുതായി വരുമ്പോഴെങ്കിലും പ്രായമാകുമ്പോഴെങ്കിലും നിങ്ങൾ പരിഗണിക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം. അതിന് മക്കളെ മറുപടി എന്താണെന്നറിയാം. അതാണ് സ്വതന്ത്ര ചിന്ത. എന്താ മറുപടി? അച്ഛനോടും അമ്മയോടും ഞങ്ങളെ ജനിപ്പിക്കാനോ വളർത്താനോ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലല്ലോ. ഞങ്ങൾ ചോദിച്ചിട്ടാണോ നിങ്ങളിപ്പോൾ ഞങ്ങളെ ജനിപ്പിച്ചത്? നിങ്ങളുടെ ശാസ്ത്രപരമായ ജൈവശാസ്ത്രപരമായ ഒരു പ്രക്രിയയിലൂടെ ഞങ്ങൾ ജനിച്ചു പോയതാണ്. അതിനിപ്പോൾ ഇനി ഞങ്ങൾ മരിക്കുന്നവരെയും അച്ഛനെ നോക്കണം അമ്മയെ നോക്കണം എന്ന് പറയാൻ എന്ത് ന്യായമാണുള്ളത്? പണ്ട് പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിരുന്നു, മാതാപിതാക്കളെ മക്കൾ ആദരിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കോഴിമുട്ടത്തോടിനെ ബഹുമാനിച്ച് നടക്കണം എന്ന് പറയേണ്ടി വരില്ലേ? അല്ലേ? കോഴിമുട്ടത്തോടിൻ്റെ ഉള്ളിൽ നിന്നാണ് കോഴിക്കുഞ്ഞ് വരുന്നത്. അപ്പോൾ അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വന്ന കുഞ്ഞ് അമ്മയെ ബഹുമാനിക്കണമെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഈ കോഴിമുട്ടത്തോടിനെ ബഹുമാനിച്ച് നടക്കണം എന്ന് പറയും പോലെയാണ്. ഈ സ്വതന്ത്ര ചിന്ത വളരുകയാണ്. അപ്പം കുടുംബം വേണ്ട. ഇപ്പം കണ്ടില്ലേ, വിവാഹപ്പേടി. മാതൃഭൂമി നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നു, 100 ആൺകുട്ടികൾ വിവാഹം ചെയ്യാൻ താല്പര്യപ്പെടുമ്പോഴേ 50 പെൺകുട്ടികളെ വിവാഹത്തിന് തയ്യാറുള്ളൂ. അതിന് കാരണം എന്താണെന്നറിയാം? വിവാഹപ്പേടി എന്നാണ്, ഒരു പുതിയ വാക്കാണത്. പണ്ടൊക്കെ വിവാഹപൂതിയായിരുന്നു, വിവാഹത്തിനുള്ളൊരു പൂതി. ഇപ്പം എന്തായി? വിവാഹപ്പേടി. എന്താ പേടി? അതൊരു ഭർത്താവ് അയാൾ പറഞ്ഞ മാതിരി നടക്കണം, ആ ഭർത്താവിൻ്റെ കുടുംബം, വേറൊരു വീട്, സാഹചര്യം, കുറച്ച് കഴിയുമ്പം ഗർഭം, പ്രസവം, വലയൂട്ടൽ, പ്രശ്നം, ബുദ്ധിമുട്ട്, അതൊന്നും വേണ്ട. കുറച്ച് പഠിച്ചു, ഇപ്പം ചെറിയൊരു ശമ്പളവും കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യം അങ്ങനെ പോട്ടെ എന്നാണ് പുതിയ സമൂഹത്തിൽ വരുന്നത്. പെൺകുട്ടികൾ അങ്ങനെ, ആൺകുട്ടികളും അങ്ങനെ. കാരണം സർവതന്ത്ര സ്വതന്ത്രരായി ജീവിക്കുക എന്നതാണ് സ്വതന്ത്ര ചിന്ത എന്ന് വന്നാൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്, വാഹനങ്ങൾ ഓടിക്കുന്നത് ഇടതുവശത്താണ് നമ്മുടെ നാട്ടിൽ. അത് പാശ്ചാത്യ രാജ്യങ്ങൾ, അമേരിക്കയിലൊക്കെ അത് വലതുവശത്താണ്. ഞാനൊരു സ്വതന്ത്ര ചിന്തകനായിട്ട് ഇവിടെ ഞാൻ വലതുവശത്തൂടെ വാഹനം ഓടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത്ര വിചാരിച്ചാൽ മതി. ധാർമ്മിക നിയമങ്ങളെക്കുറിച്ച് നമ്മുടെ ഒരു കെട്ടുറപ്പ്, ഇതിൻ്റെ ഒരു അച്ചടക്കം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ ചിന്തകളും മോഹങ്ങളും എല്ലാം അറിയുന്ന പടച്ചവൻ നൽകിയിട്ടുള്ള നിയമങ്ങൾ അത് പാലിച്ചേ മതിയാവും. സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയപ്പം മതം വിട്ടുപോയ ആളുകളുണ്ട്. അവർ സ്വതന്ത്ര ചിന്തകരാണ്, എന്നിട്ടാണ് മതം വിട്ടുപോയത്. പിന്നെ പണ്ട് മതമുണ്ടായിരുന്ന ആളുകൾ ഇപ്പം മതമില്ല എന്ന് പറയാ, എക്സ് മുസ്ലിംസ് എന്ന് പറയുന്നത്. എക്സ് മുസ്ലിംസ് അതെന്തിനാ അങ്ങനെ പറയുന്നത്? ഇപ്പം നമ്മളൊരു യോഗത്തിന് ഒരു മന്ത്രി, പണ്ട് മന്ത്രിയായിരുന്ന ഒരാളെ വിളിച്ചാൽ നമ്മൾ പറയും നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി അല്ലെങ്കിൽ മുൻ MP, അദ്ദേഹത്തിനും അതൊരു സന്തോഷമായിരിക്കും. കാരണം അതൊരു പ്രിവിലേജാണ് അല്ലേ? പണ്ട് മന്ത്രിയായിരുന്നു, അത് അങ്ങനെ ഇവർക്കുണ്ടോ? പണ്ട് ആ മുസ്ലിം ആയിരുന്നു ഇല്ല. ഇസ്ലാമിനോടുള്ള വിദ്വേഷം മൂലം ഇസ്ലാമിനെ ഉപേക്ഷിച്ച ആള് എക്സ് മുസ്ലിം എന്ന് പറയുന്നത് പരിഹാസ്യമാണ് യഥാർത്ഥത്തിൽ. അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ ഫാസിസ്റ്റുകളുണ്ട്, ദൈവനിഷേധികളുണ്ട്. ഇവരൊക്കെ ഒന്നിച്ചും വേറെ വേറെയുമായി ആകെ തകർക്കുകയാണ്. അതിനാദ്യം അവർ ചെയ്യാൻ പറയാം, സംശയം ഉണ്ടാക്കുക. ഓരോ കാര്യത്തിലും സംശയം ഉണ്ടാക്കുക. പണ്ടത്തെ യുക്തിവാദികൾ ഇപ്പോഴത്തെ യുക്തിവാദികൾ തമ്മിൽ വ്യത്യാസമുണ്ട്.
പണ്ട് യുക്തിവാദികൾ, ഇപ്പം നമ്മളൊക്കെ ഞാനൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് 70കളിൽ അന്നത്തെ യുക്തിവാദികൾ ഇവിടെ അറിയപ്പെട്ടത് ഇടമറുക്, അതുപോലെ MC ജോസഫ്, PC കടലുണ്ടി, AT കോവൂര്, പിന്നെ U കലാനാഥൻ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ യുക്തിവാദികളാണ്. അവരെഴുതിയ ലേഖനങ്ങൾ എന്താണെന്നറിയാം? ഈ പ്രപഞ്ചം സ്വയംഭൂവാണോ അതല്ല ഒരു സൃഷ്ടിയാണോ? അപ്പോൾ അവർ സ്ഥാപിക്കുന്നത് ഈ പ്രപഞ്ചം ഒരു സ്വയംഭൂവാണ്, ഇത് സൃഷ്ടിയല്ല, അതുകൊണ്ട് സൃഷ്ടാവുമില്ല എന്നതാണ്. അതിന് ഉമർ മൗലവി സൽസബീൽ മാസികയിൽ ഈ മാതിരി ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുകയായിരുന്നു. മൗലവിനെ ചീത്ത പറഞ്ഞ ഒരാൾ കത്തയച്ചാലും അടുത്ത ലക്കം സൽസബീലയിൽ വരും. എന്നിട്ടോ പിറ്റത്തെ ലക്കത്തിൽ അതിൻ്റെ മറുപടി ഉണ്ടാകും. ആ മറുപടി ഒരുപാട് കാലം യുക്തിവാദിയായി മതനിഷേധിയായി ജീവിച്ച ഉസ്മാൻ ഡോക്ടറായിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ അന്നത്തെ ചർച്ചകൾ അതാണ്. ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച് അതിന് സൃഷ്ടാവുണ്ടോ ഇല്ല. ഇപ്പോഴത്തെ യുക്തിവാദികൾ അവിടുന്ന് പോയിട്ട് പിന്നെ എവിടെ എത്തിയെന്നറിയോ? മതങ്ങളെ ചീത്ത പറയാൻ തുടങ്ങി. മതപ്രവാചകന്മാരെയും മതാചാര്യന്മാരെയും അവർ കുറ്റം പറയാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഇസ്ലാമിനെയും ഖുർആനിനെയും ഇസ്ലാമിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവഹേളിക്കാൻ തുടങ്ങി. പ്രവാചകൻ കൊലയാളിയാണെന്ന് പറഞ്ഞു, പ്രവാചകൻ അക്രമിയാണെന്ന് പറഞ്ഞു, പ്രവാചകൻ പെണ്ണുപിടിയനാണെന്ന് പറഞ്ഞു. അങ്ങനെ പലതും. ലോകത്ത് പ്രവാചകന്റെ മഹത്വം പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളൊക്കെ തന്നെ പ്രവാചകനെ മഹത്വപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഗാന്ധിജി അക്കൂട്ടത്തിലാണ്, ടാഗോർ അക്കൂട്ടത്തിലാണ്, സരോജിനി നായിഡു അക്കൂട്ടത്തിലാണ്. എല്ലാ വലിയ വലിയ ആളുകൾ, വള്ളത്തോൾ അള്ളാഹു എന്ന് കവിത എഴുതിയിട്ടുണ്ട്. ശ്രീ നാരായണ ഗുരു കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് പാടിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. കരുണാവാൻ എന്ന് പറഞ്ഞാൽ റഹ്മത്തുൽ ആലമീനാണ്. അത് തിരിച്ചറിഞ്ഞു, മനസ്സിലാക്കി ശ്രീ നാരായണ ഗുരു. അപ്പോൾ വിവരമുള്ളവരും ചിന്തിക്കുന്നവരുമായ പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ എല്ലാവരും പ്രവാചകൻ ഒരു മഹാനായിരുന്നുവെന്നും മഹാന്മാരിൽ മഹാനായിരുന്നുവെന്നും അംഗീകരിച്ച ഒരു സംഗതിയാണ്. അതിനെയാണ് ഇപ്പോൾ വിവരത്തിൻ്റെ, വിജ്ഞാനത്തിൻ്റെ അടുത്തുപോലും എത്താത്ത ആളുകൾ ഇരുന്നിട്ട് പരിഹസിക്കുന്നതെന്ന് നമ്മൾ അറിയണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സബാഹിൻ്റെ മഹത്വവും ഇവിടുത്തെ വിജ്ഞാനങ്ങളുടെ വൈപുല്യവും ഇത് നടത്തുന്ന ആളുകളുടെ ഉദ്ദേശവും വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു ഏറ്റവും മഹത്തരമായ വെളിച്ചം നൽകുന്ന ഒരു വിളക്കുമാടമാണ് എന്ന്. ഇതുപോലെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ പ്രസ്ഥാനം, ഇസ്ലാഹി പ്രസ്ഥാനം, കേരള ജംഇയ്യത്തുൽ ഉലമയും KNM-ഉം പോഷക സംഘടനകളും അതിൻ്റെ ഘടകങ്ങളായിട്ടുള്ള വനിതാ സംഘങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം മനുഷ്യോപകാരപ്രദമായ, എല്ലാ മനുഷ്യർക്കും ഉപകാരപ്പെടുന്ന സേവനങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് വിളംബരം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി അസ്സബാഹ് അറബിക് കോളേജ് പവിട്ടുപുറത്തിന്റെ 50ാം വാർഷിക ലോഗോ പ്രകാശനത്തിനായി ഡോക്ടർ ഹുസൈൻ മടവൂർ അവരുകളെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അമ്പതാം വാർഷികം മുന്നോട്ട് വെക്കുന്ന വിവിധ പദ്ധതികൾക്കുള്ള ഫണ്ട് വിഹിതം നൽകി ഉദ്ഘാടനം ചെയ്യുന്നത് N. ആലിക്കുട്ടി ഹാജി അവറുകളും
ഫണ്ട് ഏറ്റുവാങ്ങുന്നത് അസബാഹ് അസോസിയേഷൻ ട്രസ്റ്റ് ചെയർമാൻ KP അബ്ദുൽ അസീസ് ഹാജി അവറുകളുമാണ്. ഇരുവരെയും ഏറെ ബഹുമാനത്തോടെ പ്രസ്തുത അസ്സലാമലൈക്കും. ഞാൻ പ്രധാനമായിട്ട് ഈ കാര്യത്തിൽ ഒരു സ്ഥലം നമ്മുടെ അളിയനാണ് ഈ പൈസ തന്നത്. അയാളുടെ സ്ഥിതിക്ക് 1 ലക്ഷം കുറവാണ്. വീണ്ടും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. മറ്റൊരു കാര്യം, ഈ സദസ്സിലുള്ള ഏറെക്കുറെ ആളെ എനിക്കറിയാം. ഇദ്ദേഹത്തിൻ്റെ അത്ര തന്നെ കഴിവുള്ളവർ അനവധി. എന്നെ നമ്മുടെ പ്രിൻസിപ്പാൾ പറഞ്ഞ് 25 ലക്ഷം ഉറുപ്പിക കൂടിയും ഈ പരിപാടി 50ാം വാർഷികത്തിന് വേണമെന്നാണ്. അതിന് നിങ്ങളൊക്കെ ഉള്ളഴിഞ്ഞ് സഹായിക്കണം എന്നാണ് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ തുടക്കത്തിൽപ്പെട്ട ആളാണ് ഞാനെങ്കിലും ഇപ്പോഴുള്ള കമ്മിറ്റി അങ്ങേയറ്റത്തെ കഷ്ടപ്പാട് സഹിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അള്ളാഹു ജയിപ്പിക്കട്ടെ. പ്രിൻസിപ്പാളുടെ യോഗ്യതയാണ് മറ്റൊന്ന് ഇവിടെ കാണാനുള്ളത്. അത് ഞാനിപ്പോൾ സംസാരിച്ച് നിൽക്കേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാം അറിയാം. എന്നാൽ അദ്ദേഹത്തിനെയും അള്ളാഹ് രക്ഷിച്ചു. പടച്ചോന് നിലനിർത്തി കൊടുക്കട്ടെ. കൂടുതൽ കാലം പ്രിൻസിപ്പാളാവാം. അദ്ദേഹം ഇവിടെ പ്രിൻസിപ്പാളാവുമ്പോൾ അസീബ് മദനിയാണ്. അസ്ബായിൽ പ്രിൻസിപ്പാളായതിൻ്റെ പിറ്റത്തെ ആഴ്ചയിൽ ഡോക്ടർ അസീബ് ആയി എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതും ഒരു നേട്ടം തന്നെയാണ്. അത് നിലനിർത്താൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. സമാദരണീയരായ ബഹുമാന്യ സദസ്സിൻ്റെ മുമ്പിൽ ഏറെ സന്തോഷകരമായ ഒരു വിവരം വളരെ വിനയത്തോടെ അറിയിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഈ സ്ഥാപനത്തിന് 50 വർഷത്തെ സേവന പാരമ്പര്യമുണ്ട്. എന്നാലും ചരിത്രത്തിൽ നടാതെ ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവർക്ക് ലഭിച്ച അവസരം സംസ്ഥാന തലത്തിൽ നടന്ന MSMന്റെ അൽഫുനൂൻ കലാമത്സരത്തിൽ കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂർ സലഫി അറബി കോളേജിൽ വെച്ച് നടന്ന 18 അറബി കോളേജുകൾ മത്സരത്തിൽ മാറ്റുരച്ച വാശിയേറിയ മത്സരങ്ങളിൽ ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ പലരായി പങ്കെടുക്കുകയും 35ഓളം മത്സര ഇനങ്ങളിൽ മിക്കവയിലും അവർ ഈ സ്ഥാപനത്തിൻ്റെ വിദ്യാർത്ഥികൾ അവരുടെ പരമാവധി കഴിവുകൾ വിനിയോഗിച്ച് മത്സര വീര്യത്തോടെ അൽഹംദുലില്ലാഹ് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമതികൾ പഠിക്കുന്ന അറബി കോളേജുകൾ എല്ലാം നമ്മുടെ സഹോദര സ്ഥാപനങ്ങളാണ്. 17ഓളം അറബി കോളേജുകളെ പോയിന്റ് നിലയിൽ പിന്നിലാക്കി സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ചാമ്പ്യൻസ് എന്ന നിലയ്ക്ക്, ഓവറോൾ ചാമ്പ്യൻസ് എന്ന നിലയ്ക്കും, അതുപോലെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ആൺകുട്ടികൾ എന്ന നിലയ്ക്കുമെല്ലാം അവർ അന്തസ്സാർന്ന വിജയം കൈവരിച്ച ജേതാക്കളായിരിക്കുന്നു. അസ്സബാഹിനെ സംബന്ധിച്ചിടത്തോളം, അഥവാ നിങ്ങളുടെ മക്കൾ, ഈ പ്രദേശത്തിന്റെ പ്രതീക്ഷകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ജീവിതത്തിൽ അവിസ്മരണീയമായ ഒരു അനുഭവം. മക്കൾക്ക്
ഏത് നേട്ടം കൈവരിക്കാൻ കഴിയുമ്പോഴും അഭിമാനപൂരിതമാകുന്നത് അവരുടെ രക്ഷിതാക്കളുടെ മനസ്സാണ്. സ്വാഭാവികമായും നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ സന്ദർഭത്തിൽ ഈ വിജയികൾക്കുള്ള ആദരം കൈമാറുകയാണ്. എന്നാൽ അതിനുള്ള കുട്ടികൾ ഇവിടെ സജ്ജരാണ്. അതേസമയം ആശംസാ സംസാരം നടത്തേണ്ടുന്ന നമ്മുടെ അതിഥികളായിട്ടുള്ള ഏതാനും വിരുന്നുകാർക്ക് അവർക്ക് അടിയന്തരമായി ചില സമയ തിടുക്കമുള്ളത് കൊണ്ട് അവരെ നമുക്ക് പോകാൻ അനുവദിക്കേണ്ടതുണ്ട്. അതിനു മുൻപ് അവരുടെ ആശംസാ വചസ്സുകൾ നമുക്ക് കേൾക്കേണ്ടതുമുണ്ട്. ആദരണീയനായ അസഫ് കോക്കൂർ അവറുകളെ ഈ സുവർണ ജൂബിലി ആഘോഷത്തോട് അനുബന്ധിച്ച് അതിന്റെ ആമുഖമായി മുന്നോടിയായി നടത്തുന്ന ഈ സുവർണ ജൂബിലി വിളംബര സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിക്കുവാൻ ആദരവോടെ ക്ഷണിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയങ്കരനായ മഹത്തായ ചടങ്ങിലെ അധ്യക്ഷൻ, നമ്മുടെ ഇതിൻ്റെ ചെയർമാൻ പി മുഹമ്മദ് അലി ഹാജി, ഈ മഹത്തായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ ഡോക്ടർ ഹുസൈൻ മടവൂർ, ഇവിടെ സ്നേഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട കെ പി അബ്ദുൽ അസീസ് സാഹിബ്, കുഞ്ഞിപ്പ മുർഷൻ, സലീം, മറ്റ് പ്രിൻസിപ്പൽ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. 1974 നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് കുറച്ച് സുമനസ്സുകളുടെ ശ്രമഫലമായി കൊണ്ടുവന്ന ഒരു ഹയർ സെക്കൻഡറി മദ്രസയാണ് വളർന്ന് പന്തലിച്ച് നീണ്ട 50 വർഷം പിന്നിടുമ്പോൾ അതിന് 50-ാം വാർഷികം ആഘോഷിക്കും. ഈ നീണ്ട കാലയളവിനുള്ളിൽ ഇതിൻ്റെ കമ്മിറ്റിയും ഇതിൻ്റെ പ്രവർത്തനങ്ങളും ഒരുപാട് സ്തുത്യർഹമായ സേവനങ്ങൾ, പ്രവർത്തനങ്ങൾ മാതൃകാപരമായി തന്നെ നമ്മുടെ പ്രദേശത്ത് കാഴ്ചവെക്കാൻ സാധിച്ചു. ഹയർ സെക്കൻഡറി മദ്രസ പിന്നീട് ഇത് അറബി കോളേജായി. ആ അറബി കോളേജിനോടനുബന്ധിച്ച് തന്നെ സർക്കാരിൻ്റെ അംഗീകാരമുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളായി. ഇതിനൊക്കെ തന്നെ കമ്മിറ്റിയുടെ കീഴിൽ ഇതിൻ്റെ സമീപ പ്രദേശത്ത് തന്നെ MBM റെസിഡൻഷ്യൽ സ്കൂൾ വന്നു. അതോടൊപ്പം തന്നെ അസബ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വന്നു. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ചുരുങ്ങിയ ഈ ഒരു കാലയളവിൻ്റെ ഉള്ളിൽ ഒരു മദ്രസയായി ആരംഭിച്ച ആ ഒരു പ്രസ്ഥാനവും അതിൻ്റെ കമ്മിറ്റിയും ബൃഹത്തായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം. ഞാൻ ആ വളരെ സമയക്കുറവുകൊണ്ട് അന്ന് ശ്രമിച്ച ആളുകളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഞാനും ആ സമയത്തൊരു വിദ്യാർത്ഥിയായിരിക്കുന്ന ആ സന്ദർഭത്തിലാണ് ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എടുത്തു പറയാവുന്ന കുറേ ആളുകളുണ്ട്. പ്രൈവറ്റ് മൗലവി ആവട്ടെ, പ്രിയപ്പെട്ട ഇവിടെ ജമാൽ കോക്കൂർ സാഹിബ്, അബ്ദുള്ള മാഷ് തുടങ്ങിയ അസിസ്കയുമായി സംസാരിക്കുകയായിരുന്നു. അതൊക്കെ അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ തുടക്കം വരുന്നത്. വിദേശത്ത് നിന്ന് കുഞ്ഞോമത് കോക്കൂർ തുടങ്ങി കുറേ ആളുകൾ, കുഞ്ഞാലി മാഷ്, ഇവരൊക്കെ പലരും മരണപ്പെട്ടു പോയി. അള്ളാഹു അവർക്ക് മാഫറത്ത് കൊടുക്കുമാറാകട്ടെ. പക്ഷെ അവരൊക്കെ കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം ഇന്ന് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു മഹത്തായ സ്ഥാപനങ്ങളായി മാറിയിരിക്കുക. അതിന് വിശദാംശങ്ങളും ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ട ആവശ്യകതയെ സംബന്ധിച്ച ഉദ്ഘാടകനുള്ള വിശദമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. ശാന്തമായൊരു അന്തരീക്ഷത്തിൽ ധാർമ്മികമായ വിദ്യാഭ്യാസത്തോടുകൂടി ഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സംസ്കാരം നമ്മുടെ പൂർവ്വകാലങ്ങളിൽ നമ്മുടെ കോക്കൂരിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി പറയുമ്പോൾ തന്നെ നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഒരുപാട് വലിയ പണ്ഡിതന്മാർ ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു പ്രദേശമാണ്. പല രാജ്യങ്ങളിലും പോയി അന്നൊക്കെ അറബി കോളേജുകളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ദർസുകൾ നടത്തി. ആ ദർസുകൾക്ക് നേതൃത്വം കൊടുത്തത് കോക്കൂരിലെ ഏത് പ്രദേശത്ത് ചെന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ സമീപ പ്രദേശത്ത് തിരുവിതാംകൂറിലാവട്ടെ മലബാറിലാകട്ടെ ചെന്ന് പോകുമ്പോൾ അവരൊക്കെ കോക്കൂരിലുണ്ടായിരുന്ന വലിയ വലിയ പണ്ഡിതന്മാരുടെ പേര് ഇന്നും പലപ്പോഴും ഓർക്കുന്നതും കാണാൻ സാധിക്കും. അപ്പോൾ ആ പണ്ഡിതന്മാരുടെയൊക്കെ ജീവിച്ച് മരിച്ചുപോയ ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ
നമുക്ക് നമ്മുടേതായ ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് എല്ലാം നല്ലതിനാണ്, അതിന് നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് സമൂഹത്തിൽ നന്മയും. ഇൻഷാ അല്ലാഹ് ഈ 50 വർഷം പിന്നിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഗംഭീര, ഞാൻ മനസ്സിലാക്കുന്നു 2-3 ഡിസംബറിൽ 2-3 ദിവസങ്ങളിലായി വളരെ ബൃഹത്തായ പരിപാടികൾ, വ്യത്യസ്ത സാംസ്കാരിക സമ്മേളനങ്ങൾ, വ്യത്യസ്ത രീതിയിലുള്ള സമ്മേളനങ്ങൾ, ഉന്നതമാരായ ദേശീയ തലത്തിലൊക്കെ അറിയപ്പെടുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾക്കൊക്കെയാണ് ഇതിൻ്റെ സംഘാടകർ ആസൂത്രണം ചെയ്യുന്നത് മനസ്സിലാക്കുന്നു. തീർച്ചയായും വളർന്ന തലമുറക്കും പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മാറി ചിന്തിക്കുന്ന ഒരു കാലഘട്ടം, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന കാലഘട്ടം. ഇതിനെല്ലാം പുറമേ ഇസ്ലാമിനെയും നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെയും നമ്മൾ ജീവിക്കുന്ന രീതിയൊക്കെ തള്ളിപ്പറയുകയും ഒന്നടങ്കം ആക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സാംസ്കാരിക സമ്മേളനങ്ങളും സാംസ്കാരികമായുള്ള ചിന്തകളും ചർച്ചകളൊക്കെ അനിവാര്യമാണ് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ 50-ാം വാർഷികം വളരെ ഗംഭീരമായി തന്നെ എല്ലാം നല്ല പ്രതീക്ഷയോടുകൂടി നല്ല ഒരു മാറ്റത്തിൻ്റെ വിധേയമാകുന്ന രീതിയിലായിത്തീരട്ടെ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് സർവ്വവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല വാക്കുകൾ കൊണ്ട് ആശംസ അറിയിച്ച അഷ്റഫ് കോക്കൂർ അവർക്ക് നന്ദി അറിയിക്കുന്നു. സംസ്ഥാന കലാമേളയിൽ 17 അറബിക് കോളേജുകളെ പിന്നിലാക്കി ഓവറോൾ കിരീടം സ്വന്തമാക്കിയ അസബാഹിന്റെ സൽകീർത്തിക്ക് കരുത്തുകൂട്ടിയ അൽഫുനൂൻ ജേതാക്കളെ ആദരിക്കുന്നതിനായി മലപ്പുറം വെസ്റ്റ് ജില്ലാ KNM സെക്രട്ടറി N കുഞ്ഞിപ്പ മാസ്റ്റർ അവരെ നിറഞ്ഞ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്വീകരിക്കുവാൻ അസബാഹിന്റെ അഭിമാന താരങ്ങളെയും വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين
والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد ബഹുമാന്യനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഇതിന്റെ സഹപ്രവർത്തകനും അസ്ബാഹിന്റെ